ഇന്ന് എൻ്റെ വീട്ടിൽ തന്നെയാണ് നോമ്പറ. എല്ലാ വർഷവും നമ്മളെ വീട്ടിൽ നടത്തുന്ന നോമ്പറാണ്. നമ്മളെ മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളും പിന്നെ നമ്മളെ ഫാദറിൻ്റെയും ബ്രദറിൻ്റെ ഒക്കെ ഫ്രണ്ട്സ് ക്ലൈൻറ്റ്സ് നമ്മുടെ കുടുംബത്തിലെ ആളുകൾ അങ്ങനെയൊക്കെ പാടെ ചെറിയൊരു നോമ്പറ നമ്മളെ വീട്ടിലെ. ഇതിപ്പോൾ നോമ്പ് കാലമാണല്ലോ, നോമ്പ് തുറക്കണം, നോമ്പ് നോറ്റൻ്റെ കൂലിൻ്റെ നോമ്പ് തുറപ്പിക്കണമെന്നാണ് പറയുന്നത്. നോമ്പ് നോക്കുന്നവൻ്റെ കൂലി തന്നെ നോമ്പ് തുറപ്പിക്കണമെന്നുണ്ട്. നോമ്പ് തുറപ്പിക്കുന്ന ആൾക്കും കൂലിയുണ്ട്. ഇപ്പപ്പാക്ക് ഫുഡ് ഉണ്ടാക്കണതും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാ, പപ്പാക്ക് 95 വയസ്സാണ്. പപ്പാൻ്റെ ഒരേ നിർബന്ധം, അപ്പോൾ ഭയങ്കര ഹെൽത്ത് നോക്കുന്ന ആളാണ്. പപ്പാക്ക് ഒരേ നിർബന്ധമായിരുന്നു ഫ്രൂട്ട്സും അതുപോലെ എണ്ണ പൊരിച്ച കടികളും നോമ്പ് തുറക്കുമ്പോൾ വേണ്ടാന്നൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിരിക്കണം. ആവിയിൽ ഉണ്ടാക്കുന്ന കടികൾ അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ പരിപാടി? എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? നല്ല ടോപ്പായിട്ട് നടക്കുന്നത്. തിന്നാൻ നല്ല ഉണ്ടാവും, എന്നോട് കാണും. തിന്നല്ലാണ്ടാവും എന്നെ അവിടെ കാണും നമ്മ പറയണത് കേട്ടോ. എന്നോട് കാണൂലല്ലോ. അപ്പോൾ കൈസ് ഞങ്ങളെ ഹൽദിയാണ്. ഹൽദി എങ്ങനെയുണ്ട്? ഇത് നമ്മളെ സ്വന്തം പത്നി ചേച്ചിയാണ്. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? നല്ല ഉസാറാണ്. ഉഷാറായില്ലേ? എല്ലാവരും അടിപൊളി സെറ്റപ്പ് ഒക്കെ ജോലി ചെയ്തിട്ടില്ലേ? നല്ല നല്ല രസത്തിൽ ഉണ്ടാക്കിയിട്ടില്ലേ? ഉഷാറല്ലേ? നമ്മളെ സ്വന്തം പത്നി ചേച്ചി. നമ്മളെ വീട്ടിൽ എത്ര കൊല്ലമായിട്ടുണ്ടാവും? ഞാനൊരു 10-50 കൊല്ലം ഉണ്ടാവും. 50 കൊല്ലമായിട്ട് നമ്മളെ വീട്ടിലുള്ള കേട്ടോ. അപ്പോൾ നമ്മളെ ഇവന്റ് പ്ലാനേഴ്സ് ആണ് ഇജാസ്. നമ്മളെ വീട്ടിൽ ഏത് ഇവന്റ് ഉണ്ട് ഇജാസ ചെയ്യാറ്. അപ്പോൾ ഇജാസിന് ഇവന്റ് പ്ലാനേഴ്സ് ടീം എല്ലാ പരിപാടിയും ചെയ്തിരിക്കണം കേട്ടോ. എന്തൊക്കെ പരിപാടി ചെയ്യും ഇവന്റിൽ? നമ്മൾ വെഡിങ് ഇവന്റ്, കോർപ്പറേറ്റ് ഇവന്റ്, ഇനോഗ്രേഷൻ, എല്ലാ കാര്യങ്ങളും ഇജാസ് ചെയ്യൽ. എൻ്റെ വീട്ടിൽ എല്ലാ പരിപാടിയും ഇജാസ ചെയ്യൽ. ഇതാണ് നമ്മളെ കാറ്ററിംഗ്. നമ്മളെ വീട്ടിൽ എല്ലാ കാറ്ററിംഗും ചെയ്യുന്ന ഫ്രൈ പാൻ ആട്ടോ. ഫ്രൈ പാൻ നിയാസ്കി ഉണ്ട്, വിൻഷാദും ഉണ്ട്. ബാസിലിന്റെ കല്യാണം മുതൽ എല്ലാം ചെയ്യുന്നവരാണ്. എന്ന് പരിപാടി ഉഷാറാവോ? അടിപൊളിയാവോ? ഉറപ്പാണോ? ഫുള്ള് പ്രീമിയം സെറ്റിംഗ്സിൽ ഉറപ്പാണോ? ലൈവായിട്ട് അൽഫാമൊക്കെ ഉണ്ടായിക്കൊണ്ട് കേട്ടോ. പലതരം പല മസാലകൾ അൽഫാം പിന്നെ ഓരോരോ ഐറ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ ചെറിയ തട്ടുകട സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ചാറ് കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ നമ്മൾ അച്ചാർ അങ്ങനെ കുറേ സോഡ അങ്ങനെ പല സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അച്ചാറ്, സോഡ, പിന്നെ നമ്മളെ കൊമ്പൂച്ച അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇനി ഫുഡുകൾ കിടക്കാം ലൈവായിട്ട്. പൊറോട്ട, ഇടിയപ്പം കാര്യങ്ങൾ, പലതരം കറി, ഹലീം അടക്കം കേട്ടോ. പിന്നെ അൽഫാം, നെയ്ച്ചോറ്, ബിരിയാണി, പിന്നെ ബീഫ് ഇല്ലാത്തൊന്നുമില്ല. അപ്പോൾ എല്ലാ ആളുകളും ഇങ്ങനെ വന്നോട്ട് നമ്മുടെ MLA പിന്നെ നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ മേഖല ഒരുപാട് ആളുകളും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ വർഷവും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പുതുക്കാൻ ഏറ്റവും നല്ലതാണിത്. നമ്മളെ കോഴിക്കോട് ടോപ്പ് ബ്ലോഗേഴ്സും ടോപ്പ് ഫുഡ് ബ്ലോഗേഴ്സും എല്ലാവരും നമ്മളെ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് മാത്രമല്ല നമ്മളെ അടുത്ത് എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഫുഡ് എക്സ്പ്ലോർ അനിനി കുട്ടിപ്പാനി ലൈനിൽ നിർത്തിയിരിക്കുകയാണ്. മാക്സിമം വലിയ ക്യൂരിൽ നിർത്തിയിരിക്കണം. എന്നാലേ വലിയ ഭക്ഷണം കിട്ടാതെ പോവുള്ളൂ കേട്ടോ. എന്നാലേ അവർ നിർത്തി പോവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. ഹലോ കോഴിക്കോട്. അല്ലുക്ക ടീമൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ കുറച്ച് കുമ്പായൻ്റെ കൊമ്പൂച്ച കുടിച്ചോട്ടെ. കുമ്പായ കൊമ്പൂച്ചിൻ്റെ പൈനാപ്പിൾ ചില്ലി ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ചില്ലി പൈനാപ്പിൾ. അടിപൊളിയാണ്. പെരിന്തൽമണ്ണയിലെ പ്രമുഖ ആളുകളൊക്കെ അവിടെ ഉണ്ട്. ഭക്ഷണം കണ്ടായിരുന്നു. നല്ല ഫുഡാ. ഞാൻ പറയാൻ പറഞ്ഞാണ് നല്ലതാണ്. ഏത് ഹോട്ടലിൽ പോയാലും കുറ്റം പറഞ്ഞ ആളാണ്. നല്ല ഫുഡാണ്. നല്ല ഫുഡ്. ഫ്രൈ പാൻ നല്ല പാൽവായക്കടക്കം ഇവിടെ ചെയ്തിട്ടുണ്ട്. പാൽവായക്കടക്കം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഫൈസും പിന്നെ എല്ലാ ആളുകളും നമ്മളെ സുഹൃത്തുക്കളും ഒക്കെ അവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് മിന്നുവിന്റെ ഫ്രണ്ട്സും ടീമും അത് വേറെ എല്ലാവരും ഉണ്ട്. നമ്പർ 1 ഫുഡ് ബ്ലോഗർ ബാസിൻ സ്പ്ലൈറ്റ് നടത്തുന്ന ഇഫ്താർ ബുഫേ സ്വാഗതം. കേരളത്തിലെ ഏറ്റവും നല്ല മന്തി ഇക്കോബൈസ് മന്തിയാണ്. മുതൽ പോരെ. എന്തുകൊണ്ട് മന്തിയില്ല? വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പ്രാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓയിലില്ല, ഫുള്ള് പ്രോട്ടീൻ. ഇത്ര ഹെൽത്തി ആയിട്ടുള്ള കേരളത്തിലെ ഭക്ഷണമുണ്ട്. മന്തി, കുഴിമന്തി. എന്താ ഇഷ്ടപ്പെട്ടത്? ബിരിയാണി. ബിരിയാണിയാണോ? അപ്പൊ അച്ചാറ് പറഞ്ഞല്ലോ. ബിരിയാണി. നിങ്ങൾക്ക് എന്താ ഇഷ്ടമായത്? നെല്ലിക്ക കാന്താരി ജ്യൂസ് ഇല്ലേ? ഓ അടിപൊളിയല്ലേ. നമ്മളവിടെ വന്നാൽ നല്ല ഫുഡൊക്കെ കിട്ടും, മനസ്സിലായില്ലേ? നമ്മളെ ഫ്രൈ പാനും ഇവന്റ് പ്ലാനേഴ്സിനും ഒരുപാട് നന്ദി. നമുക്ക് ഫുഡ് കഴിക്കാല്ലേ? ഫുഡ് കഴിക്കാണ്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അവസാനം നമ്മൾ കഴിക്കണത് എല്ലാവരും കഴിച്ചു. നമ്മളെല്ലാവരും ഉസ്നത്താത്തി, ബാസിലും, ഉമ്മ, എപ്പി എല്ലാവരും ഉണ്ട്. നമ്മുടെ ടീമും അളിയന്മാരും എല്ലാവരും ഉണ്ട്. പിന്നെ ഇതാ മിന്നു അടിച്ച് മിന്നിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മളെ വീട്ടിൽ ഭൂരിഭാഗം എല്ലാ പരിപാടിക്കും ഫ്രൈ പാൻ്റെ ഫുഡ് തന്നെ ഉണ്ടാവില്ല കേട്ടോ. അല്ലു അന്നാമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അല്ലു ഒക്കെ സെറ്റപ്പായിട്ട് ഫുഡൊക്കെ അടിച്ചിട്ടുണ്ട്. ഹലീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹലീമൊക്കെ ഇങ്ങനെ കുറച്ച് കഴിച്ച് നോക്കി. അപ്പം നമുക്ക് ലൈറ്റ് ഇങ്ങനെ ഓഫാക്കാം. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ഓഫ്.